35. അതെ, ലോകരാജ്യങ്ങൾ ഒരു ഭാരതീയന് മുന്നിൽ ആദരവോടെ ശിരസ് നമിച്ചതിന്റെ കൃത്യമായ എണ്ണമാണിത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഒരു പഴയ ചായക്കച്ചവടക്കാരൻ 2014 മെയ് 26 അധികാരത്തിൽ എത്തിയതിനു ശേഷം സംഭവിച്ച മാജിക് ആണിത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നുള്ള പരമോന്നത സിവിലിയൻ ബഹുമതികളും സംസ്ഥാന പുരസ്കാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ മോദി നയം വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുക, ഭീഷണിയായ പാകിസ്ഥാനെതിരെ കാരിരുമ്പിന്റെ പ്രതിരോധം തീർക്കുക. ആദ്യം ഏഷ്യ, പിന്നീട് യൂറോപ്പ്, ആഫ്രിക്ക, അങ്ങനെ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു നീക്കം. ചേരി ചേരായികയാണ് ഇന്ത്യൻ നയം. എന്നാൽ വിവിധ ചേരികളിലെ സുപ്രധാന ശക്തികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നതാണ് മോദി നയം. റഷ്യയുമായി അചഞ്ചലമായ ബന്ധം തുടരുമ്പോഴും അമേരിക്കയുമായി സംവദിക്കാൻ സാധിക്കുന്നതും ബദ്ധശത്രുക്കളായ ഇസ്രയേലും ഇറാനും മോദിയെ ഒരേപോലെ കേൾക്കുന്നതും ഇക്കാരണത്താലാണ്. ഒരു കാലത്ത് ലോകത്തിനു മുന്നിൽ സഹായത്തിനായി കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു, ഇന്ത്യ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള കോളനി വാഴ്ചയും അത് അവശേഷിപ്പിച്ച മുറിവുകളും വിഭജനത്തിന്റെ വേദനയും അത്ര തീവ്രമായി നമ്മളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ വൻ ശക്തികളും രാജവാഴ്ചകളും ആവേശത്തോടെ ഒരു ഭാരതീയനെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതികൾ നൽകി ആദരിക്കുന്നു. ചരിത്രത്തിൽ ഇന്നുവരെ മറ്റൊരു ഇന്ത്യൻ ഭരണാധികാരിക്കും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണിത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രിക്ക് ലോകരാജ്യങ്ങളിൽ നിന്നും ഇത്രയധികം പരമോന്നത ബഹുമതികൾ ലഭിക്കുന്നത്. ഇത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന വ്യക്തിക്കുള്ള പുരസ്കാരങ്ങളല്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ കരുത്തിന് ലോകം നൽകുന്ന സല്യൂട്ടാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ യശസ് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ജൂലൈ 7 ഇന്തോനേഷ്യൻ സന്ദർശന വേളയിൽ അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന 35ാമത് അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. ഇനിയും വലിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അർഹതയില്ലാതിരുന്നിട്ടും സമാധാനത്തിനായുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തതിനാൽ പരസ്യവിലാപം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതു ഇടത്തിൽ പരിഹാസ്യനാകുമ്പോഴാണ് ഓരോ അംഗീകാരങ്ങളും ഇന്ത്യയിലേക്ക് തേടിയെത്തുന്നതെന്ന് ഓർക്കണം. ഭാരതീയനായ ഓരോ പൗരന്റെയും ശിരസ് അഭിമാനം കൊണ്ട് ഉയരുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ആഗോള രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഇന്ന് ഒരു പേര് മാത്രം മുഴങ്ങിക്കേൾക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം നമ്മുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുകയാണ്. ഇത് വെറുതെ കിട്ടിയ പുരസ്കാരങ്ങളല്ല. വിദേശ നയത്തിലും നയതന്ത്രത്തിലും BJP സർക്കാരും നരേന്ദ്രമോദിയും കൊണ്ടുവന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളുടെ ഫലമാണ്. ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പരിഹാരത്തിനായി ലോക നേതാക്കൾ ഉറ്റുനോക്കുന്നത് ന്യൂഡൽഹിയിലേക്കാണ്. ഈ പരമ്പരയിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ അവയുടെ പ്രാധാന്യത്തോടെ നമുക്ക് പരിശോധിക്കാം. 1. ഓർഡർ ഓഫ് അബ്ദുൽ അസീസ് അൽ സൗദ്. സൗദി അറേബ്യയാണ് ഈ പുരസ്കാരം നൽകിയത്. 2016 ആ പുരസ്കാരദാനം. സൗദി അറേബ്യ മുസ്ലിം ഇതര നേതാക്കൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണിത്. സൗദി ഭരണാധികാരിയായിരുന്ന സൽമാൻ രാജാവാണ് മോദിക്ക് ഇത് സമ്മാനിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർക്കാണ് ഇതിനു മുൻപ് ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ആ ലീഗിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നടന്നു കയറിയത്. ചരിത്രപരമായി പാകിസ്ഥാനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഗൾഫ് രാജ്യങ്ങളെ ഭാരതത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ പുരസ്കാരം. ഈ നയതന്ത്ര വിജയം കാരണം സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം ഗണ്യമായി വർദ്ധിച്ചു. അതിലുമുപരി സൗദിയിലുള്ള ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ ഈ സൗഹൃദം വഴി സാധിച്ചു. 2. സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഖാസി അമീർ അമാനുള്ള ഖാൻ. അഫ്ഗാനിസ്ഥാൻ 2016 ഈ പുരസ്കാരം നൽകിയത്. അഫ്ഗാനിസ്ഥാൻ വിദേശികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണിത്. ഭാരതവും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സൗഹൃദത്തിന്റെ അടയാളമായിരുന്നു ഈ പുരസ്കാരം. പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാനിൽ
ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു പ്രതിരോധ നയതന്ത്ര വിജയമായിരുന്നു. അഫ്ഗാനിലെ സൽമ അണക്കെട്ട് അഥവാ ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനാണ് ഈ ആദരം ലഭിച്ചത്. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്ക് ഇത് വലിയ സംഭാവന നൽകി. കൂടാതെ അഫ്ഗാനിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും മികച്ച സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഔദ്യോഗിക ബന്ധത്തിലൂടെ സാധിച്ചു. 3. ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ 2018 ഈ പുരസ്കാരം നൽകിയത്. പലസ്തീൻ രാജ്യം വിദേശ ഭരണാധികാരികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പരമോന്നത ബഹുമതിയാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സാധാരണയായി ഇസ്രയേലുമായി അടുക്കുമ്പോൾ പലസ്തീൻ അകലുകയാണ് പതിവ്. എന്നാൽ ഇസ്രയേലുമായും പലസ്തീനുമായും ഒരേ സമയം തുല്യമായ നയതന്ത്ര സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞ ഡി-ഹൈഫനേഷൻ നയത്തിന്റെ വിജയമായിരുന്നു ഇത്. മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയുടെ സമാധാനപരമായ പ്രതിച്ഛായ വർദ്ധിച്ചു. അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഏത് സാഹചര്യത്തിലും സുരക്ഷിതമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഇത് സൃഷ്ടിച്ചു. 4. സിയോൾ സമാധാന പുരസ്കാരം. ദക്ഷിണ കൊറിയ 2018 ഈ പുരസ്കാരം നൽകിയത്. ആഗോള സമാധാനം, മനുഷ്യവികസനം, ജനാധിപത്യം എന്നിവയ്ക്ക് സംഭാവന നൽകുന്നവർക്ക് നൽകുന്ന വിഖ്യാതമായ അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. UN മുൻ ജനറൽ സെക്രട്ടറി കോഫി അന്നൻ, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ എന്നിവരാണ് ഈ പുരസ്കാരം മുൻപ് നേടിയിട്ടുള്ളവർ. എക്കണോമിക്സ് അല്ല, മോദിനോമിക്സ് വഴി ഇന്ത്യയിൽ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളും ആഗോളതലത്തിൽ സമാധാനത്തിന് നൽകിയ സംഭാവനകളും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. ഈ അംഗീകാരം ദക്ഷിണ കൊറിയൻ കമ്പനികൾക്ക്, അതായത് സാംസങ്, ഹുണ്ടായ് പോലെയുള്ള വമ്പന്മാർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. ഇത് ഇന്ത്യയിൽ വലിയ തോതിൽ ഫാക്ടറികൾ വരാനും നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനും കാരണമായി. 5. ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ്. യുണൈറ്റഡ് നേഷൻസ് 2018 ഈ അവാർഡ് നൽകിയത്. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഏറ്റവും ഉയർന്ന ആഗോള ബഹുമതിയാണിത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പമാണ് മോദി ഇത് പങ്കിട്ടത്. അന്താരാഷ്ട്ര സോളാർ അലയൻസ് എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകി ലോകത്തെ പുനരുപയോഗ ഊർജത്തിലേക്ക് നയിക്കാൻ മോദി കാണിച്ച ആഗോള നേതൃത്വത്തിനുള്ള അംഗീകാരമായിരുന്നു ഇത്. ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ പദ്ധതികൾ അഥവാ സോളാർ പവർ പ്ലാന്റുകൾ വിവിധ തോതിൽ വരാൻ ഇത് കാരണമായി. സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ലഭിക്കുന്നതിനും വായു മലിനീകരണം കുറച്ച് വരും തലമുറയ്ക്ക് നല്ലൊരു പരിസ്ഥിതി ഒരുക്കുന്നതിനും ഇത് വഴിവെച്ചു. 6. ഓർഡർ ഓഫ് ദി സൈൻ. UAE 2019 ഈ അവാർഡ് നൽകിയത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണിത്. വ്ളാഡിമിർ പുടിൻ, എലിസബത്ത് രാജ്ഞി എന്നിവർക്ക് ലഭിച്ച ബഹുമതി. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് മോദി സർക്കാർ ഉയർത്തി. വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നതും ചരിത്ര നിമിഷമായി മാറി. കേരളത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ ജീവിക്കുന്ന മണ്ണാണ് UAE. മോദിയും UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും തമ്മിലുള്ള ആത്മബന്ധം കാരണം പ്രവാസികൾക്ക് അവിടെ വലിയ ആദരവ് ലഭിക്കുന്നു. അബുദാബിയിൽ ആദ്യമായി ഒരു ഹൈന്ദവ ക്ഷേത്രം ഉയർന്നത് ഈ നയതന്ത്ര വിജയത്തിന്റെ മകുടോദാഹരണമാണ്. കൂടാതെ രൂപയിൽ വ്യാപാരം നടത്താനുള്ള കരാറുകൾ സാധാരണക്കാരായ വ്യാപാരികൾക്കും ഗുണകരമായി. എന്നാലും വിമർശനത്തിന് അതീതനല്ല മോദി. പല രാജ്യങ്ങളും മോദിക്ക് പുരസ്കാരം നൽകാൻ വേണ്ടി അത് രൂപീകരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. സീഷെൽസ് നൽകിയ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് 3 ദിവസം മുൻപ് മാത്രമാണ് രൂപീകരിച്ചതെന്ന് ഗാർഡിയൻ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ വിശ്വഗുരു പ്രതിച്ഛായ നിർമ്മിക്കാനും ഇത്തരം അവാർഡുകൾ BJP ആയുധമാക്കുന്നു എന്നും ഏത് അവാർഡ് തരാമെന്ന് പറഞ്ഞാലും അദ്ദേഹം ഓടിയെത്തുമെന്നും പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആയുധ വാണിജ്യ കരാറുകൾ ഒപ്പിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പ്രീണനത്തിനായി അവാർഡുകൾ മാറുന്നുവെന്നും ആക്ഷേപമുണ്ട്. 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഇതുവരെ സന്ദർശിച്ചത് 82 രാജ്യങ്ങൾ, നടത്തിയത് 101 യാത്രകൾ. ഇക്കാര്യത്തിലുള്ള റെക്കോർഡും മോദിക്ക് തന്നെ. മുൻ പ്രധാനമന്ത്രിമാർ സന്ദർശിക്കാത്തതോ ഊഷ്മളമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാത്തതോ ആയ രാജ്യങ്ങളുടെ നീണ്ട പട്ടികയും ഇതോടൊപ്പമുണ്ട്. ഇസ്രയേൽ, പലസ്തീൻ, റുവാണ്ട, മംഗോളിയ, പാപ്പുവ ന്യൂഗിനിയ, സ്ലൊവാക്യ എന്നീ രാജ്യങ്ങളിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത്.
UAE, ഓസ്ട്രേലിയ, കാനഡ, ശ്രീലങ്ക, ന്യൂസിലാൻഡ്, ഗയാന, സീഷെൽസ്, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തി. ലോക സാമ്പത്തിക അച്ചുതണ്ട് തിരിക്കുന്ന G7 കൂട്ടായ്മയിൽ അംഗമല്ലെങ്കിലും ആ വമ്പൻ രാജ്യങ്ങൾ ഒത്തുകൂടുന്ന വേദിയിലേക്ക് ക്ഷണിതാവായി മോദി പലവട്ടം കടന്നുവന്നു. G20, ബ്രിക്സ്, ആസിയാൻ, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി തുടങ്ങി ഇന്ത്യ അംഗമായ കൂട്ടായ്മകളിലും മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ആദരവും ലോകത്തിനു മുന്നിലുണ്ട്. മോദിക്ക് ആദ്യ വിദേശ ബഹുമതി ലഭിക്കുന്നത് 2016-ലാണ്. 2019 വരെയുള്ള ആദ്യഘട്ട പുരസ്കാരങ്ങൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും BJP സർക്കാരും നരേന്ദ്രമോദിയും വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ ബന്ധം കേവലം കടലാസിലൊതുങ്ങുന്നതല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും യുവാക്കളുടെ തൊഴിലിനെയും വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന വലിയ നേട്ടങ്ങളാണ്. ഇതുവരെ നമ്മൾ കണ്ടത് തുടക്കം മാത്രമാണ്. 2019 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ ലോകശക്തികൾ മോദിക്ക് നൽകിയ പരമോന്നത ബഹുമതികളും അവ നമ്മുടെ ഓരോ പൗരന്റെയും ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതും അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി കാണാം. സലൂട്ട് ഭാരത്.